Dear students, welcome back to our corporate accounting discussion zone. Now we are discussing of buyback of shares. In our previous classes, we have discussed in detail about conditions of buyback of shares and all things regarding buyback of shares and also accounting treatment. How can we accounted for buyback of shares? In this session, we will discuss some practical questions. How can journalize buyback of shares? Okay. Various situations are there, as you know. Whatever may be the situations, appropriate entries are to be passed. You have already learned various situations as well as appropriate journal entries. Now we have to check a practical question. A Limited issued 2 lakh equity shares of rupees 10 each. It wanted to buy back 30,000 equity shares at par. It issued 6% 3,000 preference shares of rupees 100 each. The proceeds being utilized for the purpose of buyback. Expenses relating to buyback amounted to rupees 18,000. Give journal entries. Question analyze ചെയ്യുമ്പോൾ ഇവിടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ബൈബാക്ക് അറ്റ് പാർ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ബൈബാക്ക് അറ്റ് പാർ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ആദ്യമായിട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളതിനെ സമീപിക്കേണ്ടത് സിറ്റുവേഷൻ ഏതാണ് എന്നത് നോക്കിയിട്ടാണ്. ഇവിടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ബൈബാക്ക് നടക്കുന്നത് അറ്റ് പാറാണ്. കമ്പനി സോഴ്സായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർ ആണ്. ഓക്കെ, ക്വസ്റ്റ്യനകത്ത് നിന്ന് വ്യക്തമാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഫണ്ട് കണ്ടെത്തുന്ന എൻട്രിയാണ് പാസ് ചെയ്യേണ്ടത്. ആസ് യു നോ, ഇവിടെ കമ്പനി ഫ്രഷ് ഇഷ്യൂ നടത്തുന്നത് 6% 3,000 പ്രിഫറൻസ് ഷെയർസാണ്, rupees 100 ഈച്ച്. ഫ്രഷ് ഇഷ്യൂ നടക്കുന്നത് അറ്റ് പാറാണ്. ഓക്കെ, ദെൻ ആസ് യു നോ ജേണൽ എൻട്രി വിൽ ബി, ഫസ്റ്റ് എൻട്രി വിൽ ബി ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു 6% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അറ്റ് പാർ. ഓക്കെ, എമൗണ്ട് rupees 3 lakhs. 3,000 ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഫേസ് വാല്യൂ 100 ഈച്ച്. ദെൻ 3,000 into 100 is equal to 3 lakhs. Okay, this is the first journal entry. Second entry for buyback. എത്ര ഷെയറാണ് കമ്പനി തിരികെ വാങ്ങിക്കുന്നത്? 30,000 ഇക്വിറ്റി ഷെയർസാണ് അറ്റ് പാർ. ബൈബാക്ക് അറ്റ് പാറാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ്റെ അനലൈസ് വരുന്നത് അങ്ങനെയാണ്. ഇവിടെ ഇക്വിറ്റി ഷെയറുകൾ തിരികെ വാങ്ങിക്കുന്നത് അറ്റ് പാറാണ്. ദെൻ എൻട്രി വിൽ ബി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്സ്. ഓക്കെ, ഇഷ്യൂവിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ബൈബാക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്സ്, എമൗണ്ട് വിൽ ബി 3 lakhs. കാരണം ഇവിടെ ബൈബാക്ക് അറ്റ് പാറാണ്. ഷെയറിൻ്റെ എണ്ണം 30,000 ആണ്. ഫേസ് വാല്യൂ 10 ആണ്. സോ 30,000 into 10, 3 lakhs. ഓക്കെ, the next entry is for buyback expenses. You know, buyback expense account letter to bank accounts. When buyback expenses paid. Amount already given in your question, rupees 18,000. Then buyback expense account is to be closed. Buyback expenses written off to profit and loss account. Entry will be profit and loss account letter to buyback expense accounts. Buyback expense account എന്ന നോമിനൽ അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ക്ലോസ് ചെയ്തു. എമൗണ്ട്
18,000. Okay, this is the solution of first question. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എ ലിമിറ്റഡ് ഇഷ്യൂഡ് 4 lakh shares of rupees 10 each. The balance in the security premium account and general reserve account were rupees 40 lakhs and 50 lakhs respectively. The company bought back 1 lakh shares at a price of rupees 30 each and issued checks for this purpose from its bank account. Write journal entries. Okay. ഇവിടെ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ബൈബാക്ക് അറ്റ് പ്രീമിയാണ്. ഓക്കെ, ബൈബാക്ക് നടക്കുന്നത് അറ്റ് പ്രീമിയാണ്, ഔട്ട് ഓഫ് ഫ്രീ റിസർവ്സ്. നമ്മൾ തൊട്ട് മുമ്പേ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെ ബൈബാക്ക് അറ്റ് പ്രീമിയാണ്. മാത്രമല്ല കമ്പനി ഫ്രീ റിസർവ് ആണ് ബൈബാക്ക് പർപ്പസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ ഫ്രഷ് ഇഷ്യൂ നടത്തുന്നില്ല. സോ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇവിടെ ബൈബാക്ക് എൻട്രി കൊടുക്കാം. ഓക്കെ, അതെങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് CRRലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ആസ് യു നോ, നിങ്ങൾക്കറിയാമല്ലോ, കമ്പനി ഫ്രീ റിസർവ് ആണ്, പ്രോഫിറ്റാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ an amount equal to the nominal value of shares to be bought back should be transferred to CRR account. അങ്ങനൊരു എൻട്രി ഇവിടെ ആവശ്യമാണ്. അതേപോലെ ബൈബാക്ക് എൻട്രി. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈബാക്ക് എൻട്രിയാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എങ്ങനെയാണ് ബൈബാക്ക് എൻട്രി വരുന്നുണ്ടാവുക? ഇവിടെ ബൈബാക്ക് അറ്റ് പ്രീമിയാണ്. ബൈബാക്ക് അറ്റ് പ്രീമിയം. ബൈബാക്ക് അറ്റ് പ്രീമിയം എന്ന് പറയുമ്പോൾ പ്രീമിയം അക്കൗണ്ട് ഈസ് ഓൾസോ ടു ബി ഡെബിറ്റഡ്. ബൈബാക്ക് പ്രീമിയം എന്ന് പറയുന്നത് ആസ് സെയിം ഇൻ ദ കേസ് ഓഫ് റിഡംഷൻ. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോസ് ആണ്. സോ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഈസ് ടു ബി ഡെബിറ്റഡ്. ദെൻ ബൈബാക്ക് എൻട്രി വിൽ ബി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇവിടെ ബൈബാക്ക് ചെയ്യുന്നത് എത്ര ഷെയറാണ്? 1 lakh ഷെയറാണ്. ഓക്കെ, rupees 30 ഈച്ചാണ്. rupees 30 ഈച്ച്. അതുകൊണ്ടാണ് നമ്മൾ ബൈബാക്ക് അറ്റ് പ്രീമിയം ആണെന്ന് പറഞ്ഞത്. ഫേസ് വാല്യൂ 10 ആണ്. ഓക്കെ, കമ്പനി മുമ്പ് 4 lakh ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിരുന്നു. rupees 10 ഇഷ്യൂ ചെയ്തത്. അതിൽ നിന്നും ഒരു 1 lakh ഇക്വിറ്റി ഷെയറാണ് ഇപ്പോൾ ബൈബാക്ക് ചെയ്യുന്നത്, 25%. ഓക്കെ, അപ്പോൾ ഫേസ് വാല്യൂ 10 ഈച്ചാണ്. എന്നാൽ ഇപ്പോൾ 30 ഈച്ചിനാണ് ബൈബാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഷെയറിന് 20 രൂപ വെച്ച് കമ്പനി പ്രീമിയം ആയിട്ട് വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എമൗണ്ട് വരുന്നുണ്ടാവുക ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ 1 lakh into 10 ഫേസ് വാല്യൂ 10 lakhs. ദെൻ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് 1 lakh into 20 lakhs. ടു ബാങ്ക് അക്കൗണ്ട് 30 lakhs. ഓക്കെ, ടോട്ടൽ 1 lakh into 30, that is 30 lakhs. ഇതാണ് ബൈബാക്കുമായി ബന്ധപ്പെട്ട എൻട്രി. ഇനി നമ്മൾ ആ ഒരു റൂള് അപ്ലൈ ചെയ്യണം. കമ്പനി ഇവിടെ ഫ്രീ റിസർവാണ് ബൈബാക്ക് പർപ്പസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ an amount equal to the nominal value of shares to be bought back should be transferred to ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. ഓക്കെ, അക്കൗണ്ടിൻ്റെ പേര് അങ്ങനെ തന്നെയാണ് പറയുക, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ഇവിടെ റിഡംഷൻ അല്ല നടക്കുന്നതെങ്കിലും അക്കൗണ്ടിൻ്റെ പേര് അത് തന്നെയാണ്, CRR അക്കൗണ്ട് എന്ന് തന്നെയാണ് പറയുക. ഓക്കെ, അപ്പോൾ എൻട്രി വിൽ ബി ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റർ ടു CRR അക്കൗണ്ട്. ഓക്കെ, ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റർ ടു CRR അക്കൗണ്ട്. ഇവിടെ ഇപ്പോൾ ഉള്ള എന്തൊക്കെയാണ്? കമ്പനിയുടെ കയ്യിൽ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടും ജനറൽ റിസർവ് അക്കൗണ്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ CRRലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ജനറൽ റിസർവിന് മുൻഗണന കൊടുത്തു. ഓക്കെ, ജനറൽ റിസർവായിട്ട് 50 lakhs ഉണ്ട്. അപ്പോൾ 50 lakhsൽ നിന്നും ഒരു 10 lakhs ആണല്ലോ നോമിനൽ വാല്യൂ. ബൈബാക്ക്
ചെയ്യുന്ന ഷെയറിൻ്റെ നോമിനൽ വാല്യൂ ആണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, എത്ര ഇപ്പോൾ കൊടുക്കുന്നു എന്നതല്ല, നോമിനൽ വാല്യൂ ആണ്. നോമിനൽ വാല്യൂ 10 lakhs ആണ്. 1 lakh into 10. അപ്പോൾ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു CRR അക്കൗണ്ട് എമൗണ്ട് വിൽ ബി 10 lakhs. ക്ലിയർ? ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കാം. എ ലിമിറ്റഡ് ഇഷ്യൂഡ് 1 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each, ഓഫ് വിച്ച് 40,000 shares were bought back at ₹9 per share. The company issued 2,006% preference shares of ₹10 each at ₹110 each. The company had 1 lakh in security premium accounts and ₹1,20,000 in general reserve. Give journal entries. Okay. ഈ ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ ബൈബാക്ക് അറ്റ് ഡിസ്കൗണ്ട് ആണ്. മാത്രമല്ല കമ്പനി ബൈബാക്ക് പർപ്പസിന് വേണ്ടി ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ബോത്ത് ഫ്രഷ് ഇഷ്യൂ ആൻഡ് ഫ്രീ റിസർവ്, കോമ്പിനേഷൻ ഓഫ് ബോത്ത് ആണ്. ഓക്കെ, അതെങ്ങനെ മനസ്സിലാവുന്നു? കമ്പനി ബൈബാക്ക് നടത്തുന്നത് 40,000 ഷെയർസാണ്. ₹9 per share. ഡിസ്കൗണ്ടാണ് ഇവിടെ ബൈബാക്ക്. അതങ്ങനെ മനസ്സിലായി. ബൈബാക്ക് ഡിസ്കൗണ്ട് ആണെന്ന് അവിടെ നിന്ന് മനസ്സിലായി. ഇനി നമ്മളിവിടെ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ആണെന്ന് മനസ്സിലായത് എങ്ങനെയാണ്? ഇവിടെ ഈ ഒരു ക്വസ്റ്റിനകത്ത് ഫ്രഷ് ഇഷ്യൂ നടത്തുന്ന കാര്യം എക്സ്പ്രസ്ലി മെൻഷൻഡ് ആണ്, പറയുന്നുണ്ട്. ഓക്കെ, കമ്പനി ഇഷ്യൂഡ് 2,006% preference shares of ₹100 each. 100 each at ₹110 each. അപ്പോൾ ഇവിടെ ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുന്നത് അറ്റ് പ്രീമിയം ആണ്. 100 രൂപയുടെ പ്രിഫറൻസ് ഷെയർ 110 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രഷ് ഇഷ്യൂ അറ്റ് പ്രീമിയം ആണ്. അതേപോലെ കമ്പനിയുടെ റിസർവുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്, അതുപോലെ ജനറൽ റിസർവ്, ഇതൊക്കെ നമുക്ക് തരികയും ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ കേസ് വരുന്നുണ്ടാവുക കോമ്പിനേഷൻ ഓഫ് ബോത്ത് ആണ്. കമ്പനി ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രീ റിസർവ്, അങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നോമിനൽ വാല്യൂ എന്നുള്ള കൺസെപ്റ്റ് അത് കൃത്യമായിട്ട് നമ്മൾ ഓർമ്മിച്ച് വെക്കണം. എമൗണ്ട് റിക്വയർഡ് ഫോർ ബൈബാക്ക് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. എമൗണ്ട് റിക്വയർഡ് ഫോർ ബൈബാക്ക്, നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് 40,000 ഷെയർസ് ആണല്ലോ ബൈബാക്ക് ചെയ്യുന്നത്. അതിൻ്റെ നോമിനൽ വാല്യൂ, ഫേസ് വാല്യൂ ₹10 ആണ്. ശരിക്കും 9 മാത്രമേ കമ്പനി കൊടുക്കേണ്ടുള്ളൂ. ₹1 ഡിസ്കൗണ്ടാണ്. ആ ₹1 എന്ന് പറയുന്നത് ഒരു ഷെയറിൻ്റെ മുകളിൽ ₹1 വെച്ചിട്ട് കമ്പനിക്ക് പ്രോഫിറ്റാണ്, ഡിസ്കൗണ്ടാണ്. ഓക്കെ, ബൈബാക്ക് സമയത്തുള്ള ഡിസ്കൗണ്ട് കമ്പനിയുടെ പ്രോഫിറ്റാണ്. ഇറ്റ് ഈസ് ടു ബി ക്രെഡിറ്റഡ് ടു എ സെപ്പറേറ്റ് അക്കൗണ്ട്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. അതൊരു ക്യാപിറ്റൽ പ്രോഫിറ്റാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മൾ എമൗണ്ട് റിക്വയർഡ് ഫോർ ബൈബാക്ക് എന്ന് പറയുമ്പോൾ 40,000 into 10 എന്ന് നോക്കണം. ഓക്കെ, ഫേസ് വാല്യൂ, നോമിനൽ വാല്യൂ എടുക്കണം. 40,000 into 10 എന്ന് പറഞ്ഞാൽ 4 lakhs ആണ്. ഇനി ഫ്രഷ് ഇഷ്യൂയിലൂടെ നമ്മൾ എത്ര കണ്ടെത്തുന്നു? അവിടെയും നമ്മൾ നോമിനൽ വാല്യൂ മാത്രമേ നോക്കാൻ പാടുള്ളൂ. പ്രീമിയം ഒക്കെ എക്സ്ട്രാ കിട്ടുന്നതല്ലേ, അത് സെപ്പറേറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. അത് പിന്നീട് സ്പെസിഫിക് യൂസസ്, നമ്മൾ പ്രത്യേകം കമ്പനീസ് ആക്റ്റിലൊക്കെ പറയുന്ന പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യും. അത് സെപ്പറേറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതാണ്, അത് നോക്കണ്ട. നമ്മൾ ആ ഒരു ഫേസ് വാല്യൂ മാത്രമേ പരിഗണിക്കേണ്ടുള്ളൂ. അങ്ങനെയാവുമ്പോൾ ഫ്രഷ് ഇഷ്യൂയിലൂടെ എത്ര കിട്ടുന്നുണ്ട്? ഫേസ് വാല്യൂ നോക്കുകയാണെങ്കിൽ 2,000 into 100 അങ്ങനെയല്ലേ? 2,000 പ്രിഫറൻസ് ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ 2,000 into 100 മീൻസ് 2 lakhs. ഫ്രഷ് ഇഷ്യൂയിലൂടെ നോമിനൽ വാല്യൂ ആയിട്ട് 2 lakhs ആണ് വരുന്നത്. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്
2 lakhs ആണ്. 4 lakhs ആണ് എമൗണ്ട് റിക്വയർഡ് ഫോർ ബൈബാക്ക്. എന്നാൽ പ്രൊസീഡ്സ് ഫ്രം ഫ്രഷ് ഇഷ്യൂ 2 lakhs. ദ റിമൈനിങ് എമൗണ്ട് ടു ബി മെറ്റ് ഫ്രം ഫ്രീ റിസർവ്. അതാണ് ഞാൻ പറഞ്ഞത്, കോമ്പിനേഷൻ ഓഫ് ബോത്ത് ആണ്. 2 lakhs മാത്രമേ ഫ്രഷ് ഇഷ്യൂയിലൂടെ കിട്ടുന്നുള്ളൂ, ബാക്കി ഫ്രീ റിസർവിൽ നിന്നും കണ്ടെത്തണം. 2 lakhs. അപ്പോൾ നമ്മൾ CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് 2 lakhs ആണ് എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ ജേർണൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഫസ്റ്റ് ഫണ്ട് കണ്ടെത്തുന്ന എൻട്രി കൊടുക്കാം. ഫ്രഷ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ എൻട്രിയാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, ആ ഒരു ഓർഡർ നിങ്ങൾ മനസ്സിലാക്കണം. ക്വസ്റ്റിനകത്ത് ഫ്രഷ് ഇഷ്യൂ ഉണ്ട് എങ്കിൽ ഫ്രഷ് ഇഷ്യൂ ചെയ്യുന്ന എൻട്രിയാണ് ആദ്യം എഴുതേണ്ടത്, എന്നിട്ട് ബൈബാക്ക് കൊടുത്താൽ മതിയാവും. എന്നാൽ ഫുൾ ഔട്ട് ഓഫ് ഫ്രീ റിസർവ് ആണ് ബൈബാക്ക് നടക്കുന്നത് എങ്കിൽ അത് നമുക്ക് എങ്ങനെയും ചെയ്യാം. CRRലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ബൈബാക്ക് നടത്താം, അല്ലെങ്കിൽ ബൈബാക്ക് നടത്തിയതിന് ശേഷം CRRലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രഷ് ഇഷ്യൂ നടത്തുന്ന എൻട്രി ഫസ്റ്റ് കൊടുക്കാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു 6% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. ഇവിടെ ബൈബാക്ക് അറ്റ് പ്രീമിയമാണ്. സോ പ്രീമിയം ഈസ് ടു ബി ക്രെഡിറ്റഡ് ടു സെപ്പറേറ്റ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് എത്ര വരും? 2000 ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഒരു ഷെയറിന് 110 വെച്ച് ലഭിക്കുന്നുണ്ട് ക്യാഷായിട്ട്. സോ 2000 × 110 അത്രയും ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ആവും. 2,20,000 റുപ്പീസ്. 2,20,000. ദെൻ 6% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുന്നത് ഫേസ് വാല്യൂ റുപ്പീസ് 2 lakhs. ദെൻ സെക്യൂരിറ്റി പ്രീമിയം 2000 × 10 20,000. ഓക്കെ, ഇതാണ് ഫ്രഷ് ഇഷ്യൂ ആയി ബന്ധപ്പെട്ട് ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അറ്റ് പ്രീമിയം ഫോർ ബൈബാക്ക്, അതുമായി ബന്ധപ്പെട്ട എൻട്രി, ഫസ്റ്റ് എൻട്രി. ദെൻ ബൈബാക്ക് എൻട്രി. 40,000 ഇക്വിറ്റി ഷെയറാണ് ബൈബാക്ക് ചെയ്യുന്നത് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് ₹1 per share. എൻട്രി വിൽ ബി ആസ് യു നോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്സ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്സ്. എന്തിനാണ് ഈ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തത്? ഡിസ്കൗണ്ട്, അത് കമ്പനിയുടെ പ്രോഫിറ്റാണ്, അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാകുമ്പോൾ എമൗണ്ട് വരുന്നുണ്ടാവുക ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 4 lakhs. 40,000 × 10 ഫേസ് വാല്യൂ ടു ബാങ്ക് അക്കൗണ്ട്. ടു ബാങ്ക് അക്കൗണ്ട് മീൻസ് ആക്ച്വലി കമ്പനി പേ ചെയ്യുന്ന എമൗണ്ട്. ഷെയർ തിരികെ വാങ്ങിക്കാൻ വേണ്ടി കമ്പനിക്ക് പേ ചെയ്യേണ്ടി വരുന്ന എമൗണ്ട് 40,000 × 9 ആണ്. ദാറ്റ് ഈസ് 3,60,000 ആണ്. ഓക്കെ, ബാക്കി 40,000 ഡിസ്കൗണ്ട് ആണ്. ദാറ്റ് ഈസ് ടു ബി ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്സ്. 40,000 × 1 40,000. Okay, this is the entry regarding buyback of 40,000 equity shares at a discount of ₹1 per share. ഓക്കെ, ഇനി നമ്മൾ എൻട്രി നിർത്താനായിട്ടില്ല. ഇവിടെ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ആണ്. ഫ്രഷ് ഇഷ്യൂ ആയി ബന്ധപ്പെട്ട എൻട്രി നമ്മൾ കൊടുത്തു, ശേഷം ബൈബാക്കും കൊടുത്തു. ഇനി നമ്മൾക്ക് ഫ്രീ റിസർവ് 4 lakhs ആണല്ലോ നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് ടു ബി ബോട്ട് ബാക്ക്. അതുകൊണ്ട് ഒരു 2 lakhs കൂടെ ഫ്രീ റിസർവിൽ നിന്നും കണ്ടെത്തണം. ആസ് പെർ കമ്പനീസ് ആക്ട് അത്രയും തുക CRRലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതിൻ്റെ എൻട്രിയാണ് നമ്മളിനി കൊടുക്കേണ്ടത്. CRRലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ കണ്ടുവച്ചു 2 lakhs ആണ്. ഓക്കെ, അപ്പോൾ ആ 2 lakhs കമ്പനിയുടെ കയ്യിലുള്ള പ്രോഫിറ്റിൽ നിന്നും കണ്ടെത്തണം. നമ്മൾ പറഞ്ഞിരുന്നു ബൈബാക്ക് പർപ്പസിന് വേണ്ടി റിസർവ് യൂസ് ചെയ്യുമ്പോൾ കമ്പനി ക്യാൻ യൂട്ടിലൈസ് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഓർ ജനറൽ റിസർവ് അക്കൗണ്ട്സ്. ഓക്കെ, റിഡംഷൻ പോലെ അല്ല, നമ്മൾ പറഞ്ഞു ഫ്രീ റിസർവ് മാത്രമല്ല, കമ്പനിക്ക് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ആയിട്ടുള്ള ക്യാപിറ്റൽ പ്രോഫിറ്റും ബൈബാക്ക് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ അവിടെ അങ്ങനെ മുൻഗണനയൊന്നുമില്ല. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. നമ്മൾ നേരത്തെ ബൈബാക്ക് അല്ല, റിഡംഷൻ പ്രീമിയം കൊടുക്കുന്ന കേസിൽ എല്ലാ പ്രോഫിറ്റും യൂട്ടിലൈസ് ചെയ്യാം. എന്നിരുന്നാലും സെക്യൂരിറ്റി പ്രീമിയത്തിന് തന്നെയാണ് മുൻഗണന കൊടുത്തത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പ്രീമിയം മീറ്റ് ചെയ്യാൻ വേണ്ടി പ്രീമിയം തന്നെ
യൂസ് ചെയ്യുന്നു. അതുതന്നെയാണല്ലോ കേൾക്കുമ്പോൾ തന്നെ സുഖമുള്ളത്. പ്രീമിയം മീറ്റ് ചെയ്യാൻ വേണ്ടി പ്രീമിയം യൂട്ടിലൈസ് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളവിടെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിന് മുൻഗണന കൊടുത്തത്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ CRR ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏതും യൂസ് ചെയ്യാം. ജനറൽ റിസർവ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് യൂസ് ചെയ്യാം. നിയമ തടസ്സങ്ങളൊന്നുമില്ല. ഏതിന് മുൻഗണന കൊടുക്കണം അങ്ങനെയുള്ള ഒരു കണക്കുകളൊന്നുമില്ല. അങ്ങനെയാകുമ്പോൾ ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ, ഫണ്ടിൻ്റെ ലഭ്യത അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി നമുക്ക് വേണ്ടത് 2 lakhs ആണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയായാലും ഒന്നുകൊണ്ട് മതിയാവില്ല. സെക്യൂരിറ്റി പ്രീമിയം ആയിട്ട് 1 lakh ഉണ്ട്, ജനറൽ റിസർവ് ആയിട്ട് 1,20,000 ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നത് പ്രകാരം തന്നെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ആദ്യം കൊടുത്തു. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് 1 lakh ഓൾറെഡി ഉള്ളത്. ഇപ്പോൾ ഫ്രഷ് ഇഷ്യൂവിലൂടെ ഒരു 20,000 കൂടെ കിട്ടിയിട്ടുണ്ടല്ലോ, അതും കൂടെ പെടുത്തുക. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ എത്രയായി? 1 lakhും 2,000ഉം 1 lakhും 20,000ഉം 1,20,000 ആയി. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഈസ് ടു ബി ഡെബിറ്റഡ് വർത്ത് ₹1,20,000. ഇനി ജനറൽ റിസർവ് ഒന്ന് മീറ്റ് ചെയ്യുക ബാക്കിയുള്ളത്. ഇനി നമുക്ക് 2 lakhs ആവാൻ വേണ്ടി 80,000 കൂടെ വേണം. ജനറൽ റിസർവിൽ 1,20,000 ഉണ്ടല്ലോ, അതിൽ നിന്നും 80,000 നമ്മൾ യൂസ് ചെയ്യുന്നു. ജനറൽ റിസർവ് അക്കൗണ്ടിൽ കൂടെ ഡെബിറ്റ് ചെയ്യുക 80,000 ടു CRR അക്കൗണ്ട് ₹2 lakhs. ഓക്കെ, ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ബൈബാക്ക് അറ്റ് ഡിസ്കൗണ്ട് ആണെങ്കിൽ ബൈബാക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. അതിലാണ് നമ്മൾ ഡിസ്കൗണ്ട് എമൗണ്ട് കാണിക്കേണ്ടത്. അത് കമ്പനിയുടെ പ്രോഫിറ്റാണ്. ഓക്കെ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് 3 പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബൈബാക്ക് അറ്റ് പാർ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആയിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ബൈബാക്ക് അറ്റ് പ്രീമിയം ഔട്ട് ഓഫ് ഫ്രീ റിസർവ് ആയിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബൈബാക്ക് അറ്റ് ഡിസ്കൗണ്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് ഫ്രീ റിസർവ്സ്. അങ്ങനെ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതോടെ നമ്മുടെ കൺസെപ്റ്റുകളൊക്കെ ബൈബാക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതേപോലെയുള്ള പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാണ് വേണ്ടത്. കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. Let us see again. Thank you for all.